എംഎൽഎക്കെതിരെ പരാതി നൽകിയ അതിജീവിതയെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരെയും ചോദ്യം ചെയ്യും. യുവതിയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് SIT നീക്കം. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം. ഇക്ബാൽ അറക്കൽ, ഇപ്പോൾ രാഹുൽ ഈശ്വർ അറസ്റ്റിലായിരിക്കുകയാണ്. സന്ദീപ് വാര്യർ അതിജീവിതയെ അപമാനിച്ചു എന്നുള്ള കേസിൽ SITയുടെ മുന്നിലേക്ക് എത്താൻ പോവുകയാണോ? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? നിലവിൽ ലഭ്യമാവുന്ന വിവരങ്ങൾ പ്രകാരം സന്ദീപ് വാര്യരെയും ഈ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തേക്കുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സന്ദീപിനെ ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ വേണ്ടി ഉടൻ തന്നെ ഈ അന്വേഷണ സംഘം നിർദ്ദേശം നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുകയും ചെയ്തത്. പാലക്കാട് ഇപ്പോഴും ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ തുടരുന്നുണ്ട്. ഇവരുടെ നേതൃത്വത്തിലായിരിക്കും സന്ദീപിനെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ സംഭവത്തിൽ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരെ ഇന്ന് വൈകിട്ടോടുകൂടിയാണ് പ്രതി ചേർക്കുന്നത്. കേസിൽ 4ാം പ്രതിയാണ് സന്ദീപ് വാര്യർ. ഏതായാലും സന്ദീപിനെ കൂടെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് SIT സംഘം കടക്കുന്നു. സന്ദീപ് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തുന്നുണ്ട്. കേസ് താൻ രാഷ്ട്രീയപരമായും അതുപോലെ തന്നെ നിയമപരമായും നേരിടും. ഇരയുടെ ഐഡന്റിറ്റി മനഃപൂർവ്വം എവിടെയും വെളിപ്പെടുത്തിയില്ല. 1 വർഷം മുമ്പ് പങ്കെടുത്ത കല്യാണത്തിന്റെ ഫോട്ടോ അന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. അത് പലരും ദുരുപയോഗം ചെയ്തു. ശ്രദ്ധയിൽപ്പെട്ടതോടെ ഫോട്ടോ ഡിലീറ്റ് ആക്കി. മനഃപൂർവ്വം ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയില്ല എന്നൊരു പ്രതികരണമാണ് സന്ദീപ് നടത്തിയിട്ടുള്ളത്. പക്ഷേ സന്ദീപിനെ ഈ സംഭവത്തിൽ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് സംഘം ഏതായാലും സന്ദീപിനെ കൂടി പ്രതി ചേർത്തിരുന്നു. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ സന്ദീപിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് ഇപ്പോൾ SIT സംഘം കടക്കുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇന്ന് തന്നെ ചോദ്യം ചെയ്യാനാണോ? എന്താണ് ഇപ്പോൾ പാലക്കാട്ട് തന്നെയല്ലേ SIT സംഘമുള്ളത്? സന്ദീപ് പാലക്കാട്ടുണ്ടോ? നിലവിൽ സന്ദീപുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല. കാരണം സന്ദീപിന്റെ ഫോൺ നിലവിൽ സ്വിച്ച് ഓഫ് ആണ് എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്ത് വരികയും ചെയ്യുന്നത്. നാളെ രാവിലെയോടുകൂടി ആയിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് SIT സംഘം കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പാലക്കാട് തന്നെ SITയുടെ ഒരു സംഘമുണ്ട്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് അന്വേഷണവും തെളിവെടുപ്പും അല്ലെങ്കിൽ തെളിവ് ശേഖരണം എല്ലാം നടത്തിയിട്ടുള്ള SIT സംഘം ഉണ്ടായിരുന്നു. ഇവരുടെ തന്നെ നേതൃത്വത്തിലായിരിക്കാം ഒരു പക്ഷേ സന്ദീപിനെ ചോദ്യം ചെയ്തേക്കുക എന്നുള്ളതാണ്. ശേഖരിക്കുക. അന്വേഷണ സംഘം പിടിമുറുക്കുകയാണ്. സന്ദീപ് വാര്യരെ ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുന്നു. ഇക്ബാൽ അറക്കലാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.